السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ആദ്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസുദ് ദുആത്തിൽ ഈ മാസത്തെ വിഷയങ്ങൾ തീരുമാനിച്ചത് റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മിലേക്ക് റമദാൻ ആഗതമാകുകയാണ്. വിശ്വാസികളേറെ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, കർമ്മപ്രിയർ ഏറെ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാസമാണ് ഷഹ്റു റമദാൻ, റമദാൻ മാസം. ആയതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട, പാലിക്കേണ്ട മര്യാദകളും വിധിവിലക്കുകളും ചർച്ച ചെയ്യാനാണ് ഈ മജ്ലിസുദ് ദുആത്തെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അഹ്ലൻ റമദാൻ, റമദാനിന് സ്വാഗതം എന്ന വിഷയമാണ്. അടിസ്ഥാനപരമായും 2-3 ഹെഡിങ്ങുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിലെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. റമദാൻ മാസത്തിലെ നോമ്പ് ഇസ്ലാമിന്റെ റുക്നുകളിൽ ഒന്നാണ്. നോമ്പ് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ളവർക്കെല്ലാം നോമ്പ് നിർബന്ധമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ ഈമാനുള്ളവരെ, കുതിബ അലൈക്കും അസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അപ്പോൾ നമ്മുടെ മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമായിരുന്നു എന്നർത്ഥം. ഹിജ്റ 2-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പരിചയപ്പെടുത്തിയിട്ട് നമ്മളോട് പറഞ്ഞത്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്തി വ ഈതാഉസ് സകാത്തി വ സൗമു റമളാന വ ഹജ്ജുൽ ബൈത്ത്. ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നത് 5 തൂണുകളുടെ മേലാണ്. അവകൾ 1-2 ഷഹാദത്ത് കലിമകളാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലയും ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളയും. നമ്മുടെ മുആദ് ആ വിഷയത്തിൽ ഇപ്പോൾ സംസാരിച്ചു. ഷഹാദത്തു അന്ന മുഹമ്മദ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ള എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇഖാമുസ് സലാഹ്, നിസ്കാരം നിലനിർത്തലാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഈതാഉസ് സകാത്ത്, സകാത്ത് കൊടുത്തുവിട്ടലാണ്. നാലാമത്തേത് സൗമു റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കലാണ്. അഞ്ചാമത്തേത് ഹജ്ജുൽ ബൈത്ത്, ഹജ്ജ് ചെയ്യലുമാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ നോമ്പ് നോൽക്കുന്നത്
ഇസ്ലാമിന്റെ പഞ്ചസ്തൂപങ്ങളിൽ ഒന്നായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ആ നോമ്പ് എങ്ങനെ നോക്കണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമു ഹത്താ തറൗ അൽ ഹിലാൽ, നിങ്ങൾ മാസം കാണുന്നത് വരെ നോമ്പ് അനുഷ്ഠിക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗഹു, മാസം കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യരുത് എന്ന്. അപ്പോൾ മാസം കാണുമ്പോഴാണ് നോമ്പ് തുടങ്ങേണ്ടത്, മാസം കണ്ടു കഴിഞ്ഞാലാണ് നോമ്പ് പൂർത്തിയാക്കി പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ നോമ്പിന്റെ സമയവും നിശ്ചയിച്ചു തന്നു, ഏതു മുതൽ ഏതുവരെയാണ് എന്നുള്ളത്. ഫജർ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്ർ, നിങ്ങൾ പ്രഭാതമാകുന്നത് വരെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തോ. രാത്രി നിങ്ങൾക്ക് ഭക്ഷിക്കാം, കുടിക്കാം. പ്രഭാതമാകുന്നത് വരെ, രാവിലെ ആകുന്നത് വരെ. രാവിലെ ആയാൽ സുമ്മ അത്തിമ്മു സിയാമ ഇലൽ ലൈൽ, രാത്രി വരെ നിങ്ങൾ നോമ്പിനെ പൂർത്തിയാക്കണമെന്ന്. അപ്പോൾ പകലാണ് നോമ്പ് നോൽക്കേണ്ടത്. അങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും വിശദമായി അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിനെ സംബന്ധിച്ചും റമദാനിൽ അനുഷ്ഠിക്കുന്ന നോമ്പിനെ സംബന്ധിച്ചും നമ്മൾ വളരെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ആദ്യമായി റമദാൻ മാസത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. റമദാനിന്റെ ശ്രേഷ്ഠതയും റമദാനിൽ നോക്കുന്ന നോമ്പിന്റെ ശ്രേഷ്ഠതയും ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, റമദാൻ മാസത്തിന്റെ പ്രത്യേകത റമദാൻ മാസത്തിലെ നോമ്പ് തന്നെയാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം, റമദാൻ മാസത്തിലെ നോമ്പ് ഇസ്ലാമിന്റെ നെടും തൂണുകളിൽ ഒന്നാണ്, ഇസ്ലാമിന്റെ 5 റുക്നുകളിൽ ഒന്നാണ്. രണ്ടാമത്തേത്, റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് നാട്ടിൽ താമസിക്കുന്ന ആരോഗ്യവാനായ ഓരോ വ്യക്തിയുടെയും മേൽ, മുസ്ലിമും ബുദ്ധിയുള്ളവനും പ്രായപൂർത്തിയുമായ നാട്ടിൽ താമസിക്കുന്ന ആരോഗ്യവാന് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫൽയസും, നിങ്ങൾ ആരെങ്കിലും റമദാൻ മാസത്തിൽ ഹാലിറായാൽ, ഷഹിദ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കിന്റെ അർത്ഥം ഹലറ എന്നാണ്. ഹാലിറായാൽ, ആരെങ്കിലും റമദാൻ മാസത്തിൽ ഹാലിറായിട്ടുണ്ട് എങ്കിൽ ഫൽയസും, അവൻ നോമ്പ് നോക്കട്ടെ. അപ്പൊ നോമ്പ് നോക്കാനുള്ള നിബന്ധന എന്താണ്? എല്ലാ ഇബാദത്തുകളും നിർബന്ധമാകാനുള്ള 3 നിബന്ധനകൾ നോമ്പിനും ബാധകമാണ്. മുസ്ലിമാവുക, ബാലിഗ് പ്രായപൂർത്തിയായവനാകുക, ആഖിൽ ബുദ്ധിയുള്ളവനാകുക. ഇതിനു പുറമെ 2 നിബന്ധനയും കൂടെ, നാട്ടിൽ താമസിക്കുന്നവനാകുക, രോഗിയാകാതിരിക്കുക, ആരോഗ്യവാനാകുക. ഇതാണ് നോമ്പിന്റെ നിബന്ധനകൾ. റമദാൻ മാസത്തിന്റെ 3ാമത്തെ പ്രത്യേകത, റമദാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത്. ഖുർആൻ എന്തിനാണ് അല്ലാഹു അവതരിപ്പിച്ചത്? ലോകർക്ക് വെളിച്ചമാകാൻ, ഏറ്റവും ശരിയായ കാര്യം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ. ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്,
ഫഅന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി കാണിക്കുമെന്നും വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നും സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആ ഖുർആനെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാൻ ആകുന്നു അത്. എങ്ങനെയുള്ള ഷഹ്റു റമളാനാണ്? അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന്. ഇവിടെ ഈ ആയത്തിന് വിശദീകരിച്ച മുഫസ്സിറുകൾ ഷഹ്റു റമളാൻ എന്നതിന് ഇഅ്റാബ് നൽകിയത് ഖബറായിട്ടാണ്. തൊട്ട് മുമ്പത്തെ ആയത്തിൽ അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ. അതാണ് ഇവിടെ കളയപ്പെട്ട മുബ്തദ എന്ന്. ആ അയ്യാമുൽ മഅദൂമാത്ത് ഏതാണ്? ഹിയ ഷഹ്റു റമളാൻ, അത് റമളാൻ മാസമാകുന്നു. എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ റമളാൻ മാസമാകുന്നു. അങ്ങനെ വരുമ്പോൾ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നത് ഷഹറിന്റെ സിഫത്തായിട്ട് വരും. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായ റമളാൻ ആകുന്നു ആ ദിവസങ്ങൾ എന്ന്. ചില ഉലമാക്കൾ അല്ലദിയെ ഖബറാക്കിയിട്ടുണ്ട്. ഷഹ്റു റമളാൻ, റമളാൻ മാസം എന്നാൽ അല്ലദി, ഒരു മാസമാകുന്നു. അങ്ങനെയും വിശദീകരിച്ചിട്ടുണ്ട്. ഷഹ്റു റമളാൻ മുബ്തദ, റമളാൻ മാസമാകുന്നത് അല്ലദി, ഒരു മാസമാകുന്നു. ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന്. ഖുർആനെ സംബന്ധിച്ച് പിന്നെ അല്ലാഹു പറയുന്നു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ നേരായ മാർഗം കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ്. സത്യാസത്യങ്ങളെ വേർതിരിച്ച് പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ ഖുർആൻ, റമളാനിൽ ഖുർആൻ ഇറങ്ങി എന്നുള്ളത് റമളാൻ എന്ന മാസത്തിന്റെ പ്രത്യേകതയായിട്ടാണ് ഉലമാക്കൾ പരിചയപ്പെടുത്തുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തെ പരിചയപ്പെടുത്തിയപ്പോൾ റമളാൻ മാസത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു വിശേഷത്തെയാണ് കൂടെ പരിചയപ്പെടുത്തിയത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പൊ റമളാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് തന്നെയാണ്? ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ്. ഇത് റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠതയാണ്. റമളാൻ മാസത്തിന്റെ നാലാമത്തെ ശ്രേഷ്ഠത, പ്രത്യേകത, റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കും. ആകാശത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. ശൈത്താന്മാർ ചെങ്ങലക്കിടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസമായി കഴിഞ്ഞാൽ ചെയ്യുന്ന 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറക്കും. 2, നരകത്തിന്റെ വാതിലുകളെല്ലാം അടക്കും. 3, മോട്ട് കാണിക്കുന്ന പിശാചുക്കളെ ചങ്ങലക്കിടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമളാനു, റമളാൻ വന്നു കഴിഞ്ഞാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വഗുല്ലികത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. വസുഫിദത്തി ശയാതീൻ, ശൈത്താന്മാർ ചങ്ങലക്കിടപ്പെടും എന്ന്. ഇത് റമളാൻ മാസത്തിന്റെ പ്രത്യേകതയാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ മലക്കെ തുറക്കപ്പെടുന്ന മാസം, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മാസം. നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്ന മാസം, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ മാസമാണിത്. മോട്ട് കാണിക്കുന്ന, തെറ്റ് തോന്നിപ്പിക്കുന്ന, തെറ്റ് ചെയ്യിപ്പിക്കുന്ന പിശാചുക്കളെ ചെങ്ങലക്കിടുന്ന മാസം. ഇത് റമളാൻ മാസത്തിന്റെ പ്രത്യേകതയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്. ഇമാം മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നു മാജ, ഇമാം അഹ്മദ് പോലുള്ള പണ്ഡിതന്മാരെല്ലാം ഇതുപോലുള്ള ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റമളാൻ മാസത്തിന്റെ 5ാമത്തെ പ്രത്യേകത, റമളാൻ മാസത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അവകാശികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ. അള്ളാഹുവിന് ഈ റമളാൻ മാസത്തിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വദാലിക കുല്ല ലൈല, അത് എല്ലാ രാത്രിയിലും ഉണ്ടാകുമെന്ന്. റമളാന്റെ എല്ലാ രാത്രിയിലും നരകത്തിന്റെ അവകാശികളായവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഉലമാക്കൾ എഴുതിയത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ടുള്ള വിവക്ഷ, റമളാൻ മാസം തൗബയുടെ മാസാണ്, മഗ്ഫിറത്തിന്റെ മാസാണ്, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന മാസാണ്. ഒരു പ്രവർത്തനത്തിന് തന്നെ ഒരുപാട് പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്ന മാസാണ്. അപ്പോൾ ശുദ്ധഹൃദയനായി റമളാൻ എന്ന പവിത്രമാക്കപ്പെട്ട ഈ മാസത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറായി വന്ന ഒരു വിശ്വാസിക്ക് തീർച്ചയായും അവന്റെ ഈ സൽക്കർമ്മങ്ങളിലൂടെ നരകമോചനം ഉറപ്പാകുമെന്ന്. കാരണം ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മയെ എഴുതപ്പെടും, ഒരു നന്മ ചെയ്താൽ 10 നന്മ എഴുതപ്പെടും, അത് 70 നന്മ എഴുതപ്പെടും, അത് 700 നന്മയായി എഴുതപ്പെടും, ഒരുപാട് നന്മകളായി കൂടും. അപ്പോൾ അവന്റെ ഹസനാത്തുകൾ കൂടും. അവൻ പകല് നോമ്പ് നോക്കുന്നതിലൂടെ, രാത്രി നിന്ന് നിസ്കരിക്കുന്നതിലൂടെ, ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, സദക്കകൾ കൊടുക്കുന്നതിലൂടെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നതിലൂടെ, തൗബ ചെയ്യുന്നതിലൂടെ അവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളായി മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അവകാശികളായവരെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഅ വദാലിക ഫീ കുല്ലി ലൈല. എല്ലാ രാത്രിയിലും നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ അള്ളാഹുവിന് മോചിപ്പിക്കുന്ന അടിമകളുണ്ട് എന്ന്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അടിമകളുണ്ട് എന്ന്. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹസനാണ്, സ്വീകാര്യമാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. റമളാനിന്റെ 5ാമത്തെ പ്രത്യേകത, റമളാൻ മാസത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരാൾ പകല് നോമ്പ് നോൽക്കുകയും രാത്രി നിസ്കരിക്കുകയും പോലുള്ള സൽക്കർമ്മങ്ങളിൽ നിരതരാകുന്ന ഒരാൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കരസ്ഥമാക്കുന്നതാണ്, അവർക്ക് പാപമോചനം കിട്ടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാനിന്റെ പകൽ നോമ്പ് നോക്കൽ നിർബന്ധമാണെന്ന വിശ്വാസത്തോടു കൂടിയും നോമ്പ് നോറ്റാൽ ഇന്ന പ്രതിഫലം കിട്ടുമെന്ന, പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന പ്രതീക്ഷയോടും കൂടി ആരെങ്കിലും നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. റമളാൻ മാസത്തിന്റെ 7ാമത്തെ പ്രത്യേകത, റമളാൻ മാസത്തിൽ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കൽ സുന്നത്താണ്. റമളാന്റെ പകലിലെ നോമ്പനുഷ്ഠിക്കൽ വാജിബാണ്. റമളാന്റെ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കൽ, ഖിയാമു റമളാൻ, ഖിയാമുൽ ലൈൽ നിർവഹിക്കൽ സുന്നത്താണ്. മാത്രമല്ല ആ അമൽ ആരെങ്കിലും നിർവഹിച്ചാൽ അവന്റെ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാനിന്റെ രാത്രിയിൽ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും, തറാവീഹ് നിർവഹിക്കൽ സുന്നത്താണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന ദീനാണെന്ന വിശ്വാസത്തോടു കൂടി അത് നിർവഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും രാത്രി തറാവീഹ് നിസ്കരിച്ചാൽ, ഖിയാമു റമളാൻ നിർവഹിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല
മാപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന്. ഈ ഹദീസും ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അതേപോലെ തന്നെ റമദാനിന്റെ 7ാമത്തെ പ്രത്യേകത, റമദാനിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രി 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ ഒരു രാത്രിയാണ്. മറ്റു മാസങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത. റമദാനിൽ ഒരു രാത്രിയുണ്ട്. ഒരു ദിവസം മുഴുവനല്ല, ഒരു രാത്രി. ആ രാത്രിയുടെ ശ്രേഷ്ഠത എന്താണ്? ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ ഒരു രാത്രി റമദാനിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദ ശഹ്റ ഖദ് ഹളറകും. തീർച്ചയായും ഈ മാസം നിങ്ങൾക്ക് ഹാജരായിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ. ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ഖൈറായ ഒരു രാത്രിയുണ്ട്. മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല. ആ രാത്രി ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻക്ക് എല്ലാ ഖൈറുകളും നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടവനല്ലാതെ അത് നഷ്ടപ്പെടുകയില്ല, ദൗർഭാഗ്യവാനല്ലാതെ അത് നഷ്ടപ്പെടുകയില്ല എന്ന് ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയും ശൈഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകാര്യമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ഹദീസാണിത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ, ആ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള ആ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. പ്രത്യേകിച്ചും അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ റുക്നുകൾ എന്ന് പറയപ്പെടുന്ന 5 കാര്യങ്ങൾ, 2 ഷഹാദത്ത് കലിമ, നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതിന്റെയൊക്കെ പ്രതിഫലങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് പാപമോചന. നിസ്കാരത്തിന്റെ ഫളലുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ, ഇസ്ലാമിൽ നിസ്കാരത്തിനുള്ള ശ്രേഷ്ഠതയൊന്ന് ഹദീസുകളെ ഒന്ന് വായിച്ചു നോക്കിയാൽ ശ്രേഷ്ഠതകളിലെല്ലാം കാണുന്നത്, ആരെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി പോയാൽ അവന്റെ പാപങ്ങളെല്ലാം മാപ്പാക്കി കൊടുക്കും, ഒരു ദർജ ഉയർത്തി കൊടുക്കും, ഒരു പാപം പുറത്തു കൊടുക്കും. ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഒരു ദർജ ഉയർത്തും, മറ്റേ സ്റ്റെപ്പ് വെച്ചാൽ ഒരു പാപം പുറത്തു കൊടുക്കും. പാപം മാപ്പാക്കലാണ്. നോമ്പ് നോറ്റാലും പാപം മാപ്പാക്കലാണ്. രാത്രി നിസ്കരിച്ചാലും പാപം മാപ്പാക്കലാണ്. എത്രയാണ് മഗ്ഫിറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന് അറിയാം അള്ളാഹുവിന്റെ അടിമകളെ സംബന്ധിച്ച് മഗ്ഫിറത്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പാപികളായി ദോഷികളായി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരെ ദിവസവും ശുദ്ധിയാക്കാൻ, പാപത്തിലും ശുദ്ധിയാക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എമ്പാടുമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാര് അതൊക്കെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹുവിന്റെ ദീനിൽ ഇങ്ങനെയുള്ള അമലുകൾ ചെയ്താൽ അവർക്ക് കിട്ടുന്നത് മഗ്ഫിറത്താണെന്നാണ്. ഇപ്പൊ നമ്മള് 3 ഹദീസ് പറഞ്ഞു. ഒന്ന്, ആരെങ്കിലും റമദാനിൽ നോമ്പ് നോറ്റാൽ കൂലി എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ പാപങ്ങൾ മാപ്പാക്കപ്പെടും. രണ്ടാമത്തത്, ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ കൂലി എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, പാപങ്ങൾ മാപ്പാക്കപ്പെടും. മൂന്നാമത്തത്, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ആരെങ്കിലും ഇന്ന് നിസ്കരിച്ചാൽ കൂലി എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, പാപങ്ങൾ മാപ്പാക്കപ്പെടാൻ. സുബ്ഹാനല്ലാഹ്. ഒരു മുഅ്മിൻ എപ്പോഴും ഫിൽട്ടർ ആയിക്കൊണ്ടേയിരിക്കാൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുപാപങ്ങൾ, വൻപാപങ്ങളല്ല. ചെറുപാപങ്ങൾ സംഭവിക്കാത്തവരാരുമില്ല. കുല്ലു ബനി ആദം ഖത്താഉൻ ഖൈറുൽ ഖത്താഈന അത്തവാബുൻ. മനുഷ്യന്മാർക്ക് തെറ്റുപറ്റും, തെറ്റുപറ്റാത്തവരായി ആരുമില്ല. ഈ സൽക്കർമ്മങ്ങൾ നമുക്ക് കഫാറത്താകുന്നത് നമ്മൾ വൻപാപം ചെയ്യാത്തവരാകുമ്പോഴാണ്. വൻപാപം ചെയ്തവർക്ക് സൽക്കർമ്മങ്ങൾ ചെറുപാപങ്ങളുടെ കഫാറത്താകുകയില്ല. ചെറിയ പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ പാപങ്ങളെ നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ പോലുള്ള സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹു മാപ്പാക്കണമെങ്കിൽ
ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ വൻപാപം ചെയ്ത ആളാകാൻ പാടില്ല. വൻപാപം ചെയ്ത ആളാണ് എങ്കിൽ അവൻ എത്ര നിസ്കരിച്ചാലും നോമ്പൊറ്റാലും ആ നിസ്കാരം കാരണമായി, ആ നോമ്പ് കാരണമായി അവന്റെ ചെറുപാപങ്ങൾ മാപ്പാക്കപ്പെടുകയില്ല. നിസ്കരിച്ച കൂലി കിട്ടും, നോമ്പൊറ്റ കൂലി കിട്ടും. നിസ്കാരം ചെറുപാപങ്ങളെ മായ്ക്കുന്നതാകൂല, നോമ്പ് ചെറുപാപങ്ങളെ മായ്ക്കുന്നതാകൂല. മായ്ക്കണമെങ്കിൽ, സൽക്കർമ്മങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കഫാറത്താകണമെങ്കിൽ നിബന്ധന എന്താണ്? അവൻ വൻപാപം ചെയ്തവനാകാൻ പാടില്ല. അവൻ കള്ളു കുടിച്ചവനാകാൻ പാടില്ല, വ്യഭിചരിച്ചവനാകാൻ പാടില്ല, കൊന്നവനാകാൻ പാടില്ല, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാകാൻ പാടില്ല. ഇതൊക്കെ വൻപാപങ്ങളാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കല് വൻപാപാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എങ്കിൽ ഈ സൽക്കർമ്മങ്ങളിലൂടെ അവന്റെ ചെറുപാപങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുകയില്ല. റമളാനിന്റെ 8ാമത്തെ പ്രത്യേകത, റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരമാണ്. ഇത്രയും ഹദീസുകൾ പറഞ്ഞതൊക്കെ പാപങ്ങൾ പുറത്തുവരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദ ജുത്നിബത്തിൽ കബായിർ. 5 വക്ത് നിസ്കാരങ്ങൾ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ നമ്മൾ ചെയ്യുന്ന നിസ്കാരം, ജുമുഅ, നോമ്പ്, ഇവകൾ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അവകൾക്കിടയിൽ സംഭവിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരമാണ്, പാപങ്ങളെ മാപ്പാക്കുന്നതാണ് എന്ന്. കണ്ടീഷൻ എന്താണ്? ഇദ ജുത്നിബത്തിൽ കബായിർ, വൻപാപം ഉപേക്ഷിക്കപ്പെട്ടാൽ. വൻപാപം ചെയ്യുന്നവനാകാൻ പാടില്ല, കണ്ടീഷനാണ്. ഫസ്സലവാത്തുൽ ഖംസ്, 5 വക്ത് നിസ്കാരം. ഒരാൾ സുബ്ഹി നിസ്കരിച്ച ഒരാൾ ളുഹർ നിസ്കരിക്കുമ്പോൾ സുബ്ഹിക്ക് ശേഷം ളുഹറിന് മുമ്പ് അവന്റെ ജീവിതത്തിൽ വന്ന ചെറുപാപങ്ങളെല്ലാം ളുഹർ നിസ്കാരത്തിലൂടെ അള്ളാഹു മാപ്പാക്കും. പിന്നീട് അയാൾ അസർ നിസ്കരിക്കുമ്പോൾ ളുഹർ നിസ്കാരത്തിന് ശേഷം അസറിന് മുമ്പായി സംഭവിച്ചു പോയ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കും. പിന്നീട് അയാൾ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ അസറിന് ശേഷം മഗ്രിബിന് മുമ്പ് സംഭവിച്ചു പോയ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കും. പിന്നീട് അയാൾ ഇശാ നിസ്കരിക്കുമ്പോൾ മഗ്രിബിന് ശേഷം ഇശായിന് മുമ്പ് അയാളിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കും. പിന്നീട് സുബ്ഹി നിസ്കരിക്കുമ്പോൾ ഇശാക്ക് ശേഷം സുബ്ഹിക്കിടയിൽ അയാളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ നിസ്കാരം കഴിയുമ്പോഴും നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കാൻ. അതേപോലെ തന്നെ ഒരാൾ ഒരു ജുമാ നിസ്കരിച്ചു, നമ്മൾ മിന്നാലും ജുമാ നിസ്കരിച്ചു, ഇനി അടുത്ത ആഴ്ച ജുമാ നിസ്കരിക്കുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കും ജുമാ നിസ്കരിക്കുന്നതിലൂടെ. കഴിഞ്ഞ റമളാനിൽ നമ്മൾ 1 മാസം നോമ്പ് നോറ്റു, ഇനി വരാനിരിക്കുന്ന റമളാൻ മാസത്തിൽ 1 മാസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ നമ്മൾക്ക് സംഭവിച്ചു പോയ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കും. കണ്ടീഷൻ ഒന്നാണ്, ഇദ ജുത്നിബത്തിൽ കബായിർ, അവൻ വൻപാപം ചെയ്ത ആളാകാൻ പാടില്ല. വൻപാപം ചെയ്യുന്നവന് ഈ ഓഫർ ഇല്ല, അവൻ ദൗർഭാഗ്യവാനാണ്. വൻപാപം ചെയ്യാത്ത ആൾക്കാണ് ഈ ഓഫർ. അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് അള്ളാഹു മാപ്പാക്കി തരട്ടെ. ഇതൊക്കെ റമളാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ റമളാനിൽ ഒരുപാട് മഹത്തരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗസ്വത്തു ബദർ, ബദർ യുദ്ധം. അത് റമളാനിലാണ് ഉണ്ടായത്. സഹാബാക്കൾ നോമ്പ് നോറ്റുകൊണ്ടാണ് ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയത്. ഇതൊക്കെ റമളാനിന്റെ പ്രത്യേകതകളാണ്. ഇനി രണ്ടാമത്തെ നമ്മുടെ ചർച്ച നോമ്പിന്റെ ശ്രേഷ്ഠതകളാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് റമളാനിന്റെ ശ്രേഷ്ഠതയാണ്, റമളാനിൽ അമൽ ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠതയാണ്. ഇനി നോമ്പിന്റെ ശ്രേഷ്ഠത, ഒരാൾ നോമ്പ് നോറ്റാൽ കിട്ടുന്ന ശ്രേഷ്ഠതകൾ, പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഒരാൾ നോമ്പ് നോറ്റാൽ കണക്കില്ലാത്തത്ര ഇരട്ടിയായി അള്ളാഹു ആ നോമ്പിന്റെ പ്രതിഫലത്തെ മാറ്റിവെക്കുന്നതാണ്. ഒരു നോമ്പ് നോറ്റാൽ ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എഴുതി വെക്കും. എത്രയെന്നറിയില്ല, കണക്കില്ലാത്തത്ര
ഹസനത്തുകളായി ഒറ്റ നോമ്പിനെ അള്ളാഹു എഴുതി വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ബിനി ആദം യുളഅഫ്, എല്ലാ ആദം സന്തതികളുടെയും കർമ്മങ്ങൾ ഇരട്ടിപ്പിക്കപ്പെടുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം ഇരട്ടിപ്പിക്കും. അൽ ഹസനത്തു അശ്റു അംസാലിഹ, ഒരു നന്മക്ക് 10 കൂലി. അങ്ങനെയാണ്. ഇലാ സബ്ഇമിഅതി ളഅഫിൻ, അത് 700 ഇരട്ടി വരെയാകും. 700 ഇരട്ടി വരെയാകും. നമ്മൾ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് 10 കൂലി കിട്ടും. ചിലപ്പോൾ 70 കൂലിയാവും, ചിലപ്പോൾ 700 കൂലിയാവും. ഒരു അമൽ ആദമിന്റെ സന്തതി ഒരു മുവഹിദ്, ഒരു മുഅ്മിൻ ചെയ്താൽ അവന്റെ കർമ്മങ്ങൾ ഇരട്ടിയാക്കപ്പെടും. അങ്ങനെ ഇരട്ടിയായിക്കൊണ്ടേയിരിക്കും. അതാണ് സൽക്കർമ്മത്തിന്റെ പ്രത്യേകത. സൽക്കർമ്മങ്ങൾ ഒന്ന് ചെയ്താൽ 10ഉം 70ഉം 700ഉം കൂലിയാണ്. എന്നാൽ പാപം ഒന്ന് ചെയ്താൽ ഒറ്റ കുറ്റാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖാല അല്ലാഹു അസ്സ വജൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുദ്സിയായ ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ കൊടുക്കും. മറ്റെല്ലാ സൽക്കർമ്മങ്ങളുടെയും കണക്ക് പറഞ്ഞു. കൂലി എത്രയുണ്ട്? 10 ഇരട്ടി, അത് 700 ഇരട്ടി വരെ ആകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പിനെ കുറിച്ചിട്ട് അങ്ങനെ ഇല്ല, പറഞ്ഞിട്ടില്ല. അതിന്റെ കൂലി ഞാൻ കൊടുക്കും. അപ്പൊ നോമ്പിന്റെ എത്രയാണ്? കണക്കില്ലാത്തത്രയാണ് എന്ന് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, നോമ്പിന്റെ ഇരട്ടിപ്പിക്കൽ എത്രയാണ് എന്നുള്ളത് ഇതിൽ പെടുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കി വെച്ചിട്ടിരിക്കുകയാണ്. അത് കണക്കില്ലാത്തത്രയാണ് എന്ന്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ മാത്രം പ്രത്യേകമാക്കിയത്? അല്ലാഹു തന്നെ പറഞ്ഞു, യദഉ ശഹ്വതഹു വ തആമഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ് അവൻ അവന്റെ വികാരത്തെ ഉപേക്ഷിച്ചത്. റമദാനിന്റെ പകലിൽ അവൻ ഹറാമുകൾ ചെയ്യാതെ, ദേഹേച്ഛ കടിമപ്പെട്ട് തെറ്റുകൾ ചെയ്യാതെ, ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിച്ചത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ പറഞ്ഞോണ്ടാണ്. അല്ലേ? ഒരു മുഅ്മിനുമാണെങ്കിൽ വെള്ളം കുടിച്ച് ആരെങ്കിലും അറിയോ? ഭക്ഷണം കഴിച്ചാൽ ആരെങ്കിലും അറിയോ റമദാനിൽ? ഇല്ല. ഭാര്യയെ ജിമാ ചെയ്താൽ, ഭാര്യയുമായി ശാരീരിക ബന്ധപ്പെട്ടാൽ ആരെങ്കിലും അറിയോ? ഓന് ഓളെ അറിയുള്ളൂ. അങ്ങനെ ചെയ്യാം. നോമ്പ് നോക്കാണ്ടിരിക്കുവാണെങ്കിൽ ആരും അറിയില്ല. ആരെ അറിയൂ? അള്ളാഹ് മാത്രമേ അറിയൂ. നോമ്പെന്ന അമലിന്റെ പ്രത്യേകത അബ്ദും റബ്ബും മാത്രം അറിയുന്ന ഒരു അമലാണ്. നോമ്പുകാരൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാലേ വേറെ ആൾ അറിയും. മറ്റമലുകളൊക്കെ ചെയ്യുമ്പോൾ കണ്ടാൽ അറിയും. എന്നാൽ നോമ്പ് ആരും കാണുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി അവൻ ഭക്ഷണം ഉപേക്ഷിച്ചു, എനിക്ക് വേണ്ടി അവൻ വെള്ളം ഉപേക്ഷിച്ചു, എനിക്ക് വേണ്ടി അവൻ അവന്റെ വിചാരങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് അതിന്റെ കൂലി ഞാൻ കൊടുക്കും. ഈ പറഞ്ഞ പോലെയല്ല, അത് വേറെയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, ലിസ്സായിമി ഫർഹതാൻ, നോമ്പുകാരൻ 2 കൂലിയും 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, ഒരു സന്തോഷം നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിലാണ്. ഈ ഭാഗത്തെ വിശദീകരിച്ചിട്ട് ഉലമാക്കൾ എഴുതിയത്, നോമ്പ് മുറിക്കുന്ന സന്ദർഭം എന്നതുകൊണ്ട് ഉദ്ദേശം 2 ആകാം. ഒന്ന്, എല്ലാ ദിവസവും മഗ്‌രിബിന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള നോമ്പ് മുറിക്കൽ, അതാകാം. രണ്ടാമത്തേത്, റമദാൻ മാസം പൂർത്തിയായി പെരുന്നാൾ ആഘോഷിക്കുന്ന ആ സന്തോഷമാകാം. അല്ലെ? ഓരോ ദിവസവും നോമ്പ് മുറിക്കുമ്പോൾ സന്തോഷമാണ്. ദാഹം സഹിച്ച്, വിശപ്പ് സഹിച്ച് പകലന്തിയോളം നമ്മൾ പട്ടിണി കിടന്നു. അവസാനം സൂര്യൻ അസ്തമിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ഈത്തപ്പഴം തിന്നുമ്പോൾ, ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ സന്തോഷമാണ്. അല്ലെ? നമ്മള് ആ സമയം കാത്തിരിക്കും, വിഭവങ്ങളൊക്കെ തിന്നാൻ കാത്തിരിക്കും. ഭയങ്കര സന്തോഷമാണ്. അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോറ്റ സന്തോഷം, നോമ്പ് പൂർത്തിയാക്കാൻ കിട്ടിയ സന്തോഷം, കൂടെ ഈ ഭക്ഷണം കഴിക്കാൻ കിട്ടിയ സന്തോഷം, അതും ആകാം. അല്ല എങ്കിൽ 1 മാസം അള്ളാഹുവിന് നോമ്പെന്ന ഇബാദത്ത് ചെയ്ത് ഇടക്കൊന്നും സ്ക്രാച്ച് വരാതെ നോമ്പ് പൂർത്തിയാക്കാൻ പറ്റിയ പെരുന്നാളിന്റെ അന്ത സന്തോഷം. പെരുന്നാളിന് എല്ലാവരും സന്തോഷിക്കും, അല്ലെ? ഈദുൽ ഫിത്ർ സന്തോഷാണ്, ആഘോഷാണ്. അന്ന് 1 മാസം അള്ളാഹുവിന് നോമ്പ് നോറ്റതിന് ശേഷമുള്ള മുഅ്മിനീങ്ങൾക്ക് ഇബാദത്താക്കപ്പെട്ട സന്തോഷമാണ് ഈദുൽ ഫിത്ർ. അതാകാം. അതാണ് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി എന്നതുകൊണ്ട് ഉദ്ദേശം.
നോമ്പുകാരന് കിട്ടുന്ന രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ആഗ്രഹിക്കാത്തൊരു മുഅ്മിനില്ല. സ്വർഗത്തിൽ ഒരു മുഅ്മിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നാളെ സ്വർഗത്തിൽ എത്തിയിട്ട് അള്ളാഹിനെ കാണണം. എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗക്കാർക്ക് അള്ളാഹ് കൊടുക്കും. അള്ളാഹ് അവസാനം ചോദിക്കും, ഇനി എന്തെങ്കിലും വേണോ അധികമായിട്ട്? അപ്പോൾ മുഅ്മിനീങ്ങൾ പറയും, അള്ളാഹുവേ ഇനി എന്ത് വേണം? നീ എല്ലാം തന്നില്ലേ, നീ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ തന്നില്ലേ, ഇനി എന്താ ഉള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മറയങ്ങ് നീക്കും. അപ്പോൾ മുഅ്മിനീങ്ങൾ അള്ളാഹിനെ കാണും. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് തോന്നിപ്പോകും ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ ഒന്നുമല്ല, ഈ അള്ളാഹിനെ കാണുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. വൽ മുഅ്മിനൂന യറൗന ഹഖൻ റബ്ബഹും, മുഅ്മിനീങ്ങൾ തീർച്ചയായിട്ടും അവരെ റബ്ബിനെ കാണും. നാളെ പരലോകത്ത് സ്വർഗത്തിൽ നേരിട്ട് കണ്ടുകൊണ്ട് കാണും. എങ്ങനെയെന്ന് നമുക്കറിയില്ല. അത് ആഗ്രഹിക്കാത്തൊരു മുഅ്മിനും ഇല്ല. പിന്നെ നോമ്പുകാരന് പ്രത്യേകം എന്തൊരു സന്തോഷം? ഒരു സന്തോഷമുണ്ട്. എന്തറിയോ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇല്ല സൗം ഫഇന്നഹു ലീ വഅന അജ്സി ബി. അവൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകൾക്കും 10 ഇരട്ടിയും അത് 700 ഇരട്ടി വരെയും കൂലി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നോമ്പിന്റെ കൂലി പറഞ്ഞിട്ടില്ല. അത് എന്താന്ന് അറിയാനുള്ള സന്തോഷമാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ കാത്തിരിക്കും, എന്തായിരിക്കും അള്ളാഹ് തരാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ്. നോമ്പുകാരന് പ്രത്യേകം കൂലി കൊടുക്കാന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന സന്തോഷത്തിലായിരിക്കും നോമ്പുകാരൻ നാളെ പരലോകത്തുണ്ടാകുക. ആ ഗിഫ്റ്റ് എന്താണെന്നറിയാൻ അള്ളാഹിനെ കണ്ടുകിട്ടുമ്പോൾ അള്ളാഹ് നോമ്പുകാരനായി പ്രത്യേകം കൊടുക്കുന്ന ആ സമ്മാനം എന്ത് എന്നറിയാനുള്ള സന്തോഷം. തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ നോമ്പുകാരന്റെ സന്തോഷം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സന്തോഷിക്കുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖുലു വലഖുലൂഫു ഫീഹി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരന്റെ വായനാറ്റം. ഖുലൂഫ് എന്ന് പറഞ്ഞാൽ വായനാറുക. വയറ്റിൽ ഭക്ഷണമില്ലാതിരുന്നാൽ വായനാറും. ഫുഡ് കഴിക്കാണ്ട് ഇല്ല, യാത്രക്കാരനൊക്കെ ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ശരീരം ക്ഷീണിക്കും, 2 വായനാറും. വയറ്റിൽ ഭക്ഷണം ഇല്ലെങ്കിൽ അത് വായയിലൂടെ അറിയാൻ പറ്റും, വായനാറും. എന്നാൽ നോമ്പുകാരൻ അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച ഭക്ഷണം, അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച പാനീയം കാരണത്താൽ അവന്റെ വായിലുണ്ടാകുന്ന നാറ്റം പോലും ഇൻദല്ലാഹി അത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ അത്യബാണ്, പരിശുദ്ധമാണ്. കസ്തൂരി നമുക്കറിയാം അല്ലെ, ഏറ്റവും സുഗന്ധമുള്ള ഒരു വസ്തുവാണ് കസ്തൂരി. അതിനേക്കാൾ സുഗന്ധമാണ് ആരെടുക്കല്? എന്തല്ല. അവിടെ ഇന്ദല്ലക്കാണ് പ്രത്യേകത. കസ്തൂരിയേക്കാൾ അത്യബ് എന്നതിനല്ല പ്രത്യേകത. ആ അത്യബ് ആരെടുക്കലാണ്? അള്ളാന്റെ എടുക്കലാണ്. ചിലപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മറ്റൊരു നോമ്പുകാരന് അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്തിന് നമ്മൾ വായിനാറും പക്ഷെ അള്ളാന്റെ എടുക്കൽ അതെന്താണ്? അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ പരിമളമാണ് അതിന് എന്നാണ്. അത്ര ഭയങ്കര ദറജയുണ്ട് നോമ്പുകാരൻ. നോമ്പുകാരന്റെ വായനാറ്റം പോലും അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമാണ് എന്നർത്ഥം. ചെറിയ അമലല്ല നോമ്പ് എന്നാണ് ഇതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ നോമ്പിനെ കാണാനും അനുഷ്ഠിക്കാനും നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. നോമ്പിന്റെ രണ്ടാമത്തെ പ്രത്യേകത, നോമ്പ് നോറ്റ വ്യക്തിക്ക് വേണ്ടി നോമ്പ് നാളെ പരലോകത്ത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ്. നോമ്പ് എന്ന അമല് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ഒരുപാട് അമലുകളുണ്ട്, വ്യക്തികളുണ്ട്. നോമ്പ് അതിൽപ്പെട്ടതാണ്, ഖുർആൻ അതിൽപ്പെട്ടതാണ്. ഖുർആൻ നേരാമണ്ണം ഖുർആൻ ഓതുന്നവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും. അതുപോലെ നോമ്പ് എന്ന അമലും ശഫാഅത്ത് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖുർആനും നോമ്പും ഖിയാമത്ത് നാളിൽ അടിമക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നതാണ്. യഖൂലു സിയാം, നോമ്പ് അള്ളാഹുവിനോട് പറയും, ഐ റബ്ബി, എന്റെ റബ്ബേ, മനഅതുഹു അത്അാമ വശഹവാതി ബിന്നഹാർ. ഇവനെ പകലിൽ ഇവന്റെ വികാര വിചാരങ്ങളെയും
ഭക്ഷണ പാനീയങ്ങളെയൊക്കെ ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നെ നോറ്റത് കൊണ്ടാണ് ഓൻ ഭക്ഷിക്കാതിരുന്നത്, ഓൻ കുടിക്കാതിരുന്നത്. എന്നെ നോറ്റത് കൊണ്ടാണ് ഓൻ അവന്റെ വിചാരങ്ങളൊക്കെ പിടിച്ചു വെച്ചത്. അതുകൊണ്ട് ഇവനെ നീ സ്വീകരിക്കണമെന്ന എന്റെ ശുപാർശ നീ സ്വീകരിക്കണം എന്ന് നോമ്പ് അള്ളാഹിനോട് പറയും. വയഖൂൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു അൻ-നൗമ ബിൽ-ലൈൽ, അല്ലാഹ് രാത്രിയിൽ ഇവന്റെ ഉറക്ക് ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നെ ഓതിയിട്ട് ഇവൻ നിസ്കരിച്ചു രാത്രിയിൽ ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്ന ആളാണ് ഇവൻ. എന്നെ ഓതി നിർവഹിക്കുന്നു. അവൻ എന്നെ ഓതാൻ വേണ്ടി എഴുന്നേറ്റത് കൊണ്ടാണല്ലോ ഉറക്കൊഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫശഫിഅനി ഫീഹി, ഇവനെ സ്വീകരിക്കണം, ഇവനെ കബൂലാക്കണം എന്ന വിഷയത്തിലുള്ള എന്റെ ശുപാർശ നീ സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുശഫഅൻ, ഖുർആന്റെയും നോമ്പിന്റെയും ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓതിയ ഖുർആൻ നമുക്കൊണ്ട് ശുപാർശ ചെയ്യും. ഖുർആൻ ഓതേണ്ട പോലെ ഓതണം, ഖുർആന്റെ അർത്ഥം പറഞ്ഞ് ഓതണം, അതവ് പാലിച്ച് ഓതണം. വറത്തിലിൽ ഖുർആന തർത്തീല, ഭംഗിയായി ഓതണം. മല്ലം യതഗന്ന ബിൽ ഖുർആൻ ഫലൈസ മിന്ന, ഖുർആന അതുപെട്ട രീതിയിൽ അവഗണിക്കുന്ന രീതിയിൽ ഖുർആനെ സമീപിക്കാൻ പാടില്ല. ഖുർആൻ ഓതിയാൽ മാത്രം പോരാ, അതിന്റെ അർത്ഥം അറിയണം, അതിന്റെ തഫ്സീർ പഠിക്കണം, അതനുസരിച്ച് അമൽ ചെയ്യാൻ തയ്യാറാകണം. അപ്പോഴാണ് ഖുർആൻ എന്ത് ചെയ്യുക, നമുക്ക് അനുകൂലമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ, ഖുർആനും നോമ്പും ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നോമ്പിന്റെ മൂന്നാമത്തെ പ്രത്യേകത, നോമ്പ് നമ്മെ നരകത്തിൽ നിന്നും സംരക്ഷിക്കുന്ന പരിചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ മിനന്നാർ കജുന്നതി അഹദികും മിനൽ ഖിതാൽ, നോമ്പ് നരകത്തിൽ നിന്നുമുള്ള നിങ്ങൾക്കുള്ള പരിചയാണ്, യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പരിച പോലെ. യുദ്ധത്തിന് പരിച ഉപയോഗിക്കുന്ന എന്തിനാ? ശത്രുവിന്റെ വെട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? വാളും ഉണ്ടാവും, പരിച ഉണ്ടാവും. വാള് വെട്ടാനും പരിച തടുക്കാനുള്ളതാണ്, ശത്രു വെട്ടുമ്പോൾ തടുക്കാനുള്ളതാണ്. അതുപോലെ നരകത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ പരിചയാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് ഹിസ്നുൻ ഹസീനും മിനന്നാർ, നരകത്തിൽ നിന്നും നമ്മൾ തടയുന്ന വൻ മതിലാണ്, ചെങ്കോട്ടയാണ്, വലിയ തടസ്സമുള്ള മതിലാണ്, നമ്മൾ തടയുമെന്ന്. അതേപോലെ തന്നെ നോമ്പിന്റെ നാലാമത്തെ പ്രത്യേകത, നോമ്പുകാരന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. നോമ്പുകാരന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം, വഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ദഅവതൻ മുസ്തജാബ, എല്ലാ മുസ്ലിമിനും എല്ലാ രാവിലും പകലിലുമായി ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ട് എന്ന്. മുഅ്മിന് എല്ലാ ദിവസവും രാത്രിയും പകലുമായി സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ട്. ആ സമയത്ത് ആരെങ്കിലും ദുആ ചെയ്താൽ അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. അല്ല, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് അള്ളാഹിനോട് ആരെങ്കിലും എന്ത് ചോദിച്ചാലും അത് അള്ളാഹ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടുന്ന, ദുആക്ക് ഉത്തരം കിട്ടുന്ന ചില സന്ദർഭങ്ങൾ, അത് വേറൊരു ചർച്ചയാണ്. ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ, സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ നോമ്പുകാരന്റെ ദുആയിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നോമ്പിന്റെ അഹ്കാമുകൾ ഇങ്ങനെ പറഞ്ഞു വരാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോമ്പിന്റെ നിയമങ്ങൾ പറയാൻ. അതിന്റെ ഇടയിൽ 186-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫലസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. വഇദാ സഅലക ഇബാദി അന്നി, എന്റെ ഇബാദുകൾ, അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനായിട്ട് എടുത്തു തന്നെയുണ്ട്. എങ്ങനെ എടുത്തുണ്ട്? ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ ഉത്തരം നൽകുന്നവനായി സമീപസ്ഥനായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ അഹ്കാമുകൾ പറയുന്നതിന്റെ ഇടയിൽ ഈ ഒരു ആയത്ത് കൊണ്ടുവന്നത് എന്തിനാണ്? ഈ ആയത്തിന് ശേഷവും എന്താണ്?
ഒഹിലലക്കും ലൈലത്ത് സിയാമി അർറഫസു ഇലാ നിസായിക്കും എന്നുള്ള ആയത്താണ്. ആയത്തിന്റെ മുമ്പും നോമ്പിനെ കുറിച്ചാണ്, ശേഷവും നോമ്പിനെ കുറിച്ചാണ്. ഇടയിൽ ഒരു തൗഹീദിന്റെ ആയത്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അപ്പോൾ തൗഹീദിന്റെ പ്രാധാന്യമാണ്. തൗഹീദ് ഉള്ളവനാകണം അവൻ, പ്രാർത്ഥന അള്ളാഹിനോടെ ആകാൻ പാടുള്ളൂ. എന്നതോടൊപ്പം തന്നെ നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് പ്രതിഫലമുണ്ട്, ഉത്തരമുണ്ട് എന്നും ഇതിലൂടെ കിട്ടുന്നു എന്ന്. വല്ലാഹു അലം. നോമ്പിന്റെ അഞ്ചാമത്തെ ശ്രേഷ്ഠത, ആരെങ്കിലും നോമ്പ് നോറ്റാൽ ആ നോമ്പ് കാരണമായി, ഒരു നോമ്പ് കാരണമായി ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിദൂരത്തിലാക്കും നരകത്തിൽ നിന്നും എന്ന്. നരകത്തിന്റെ അടുത്ത് പോലും അവരുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പ് നോറ്റാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ആ ഒരു നോമ്പ് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹിനെ, മുഖത്തെ നരകത്തിൽ നിന്നും 70 വർഷത്തെ ദൂരത്തിലാക്കുന്നതാണ് ഒറ്റ നോമ്പ് കാരണത്താൽ. അപ്പോൾ റമദാൻ മാസം 30 നോമ്പ് വെച്ചാൽ നരകത്തിന്റെ അയലത്തില്ല എന്ന് പറയുന്ന പോലെയായി. ഒരൊറ്റ നോമ്പ് നോറ്റാൽ 70 വർഷത്തെ ദൂരത്തിലായി. പിന്നെ അവിടുന്ന് വീണ്ടും ദൂരത്തില്. അങ്ങനെ 30 ദിവസം നോമ്പ് നോറ്റാൽ എത്ര ദൂരത്തിലായി? ഇത് റമദാൻ മാസത്തിന്റെ നോമ്പിന്റെ മാത്രം പ്രത്യേകതയല്ല. മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, ഏത് നോമ്പും സുന്നത്ത് നോമ്പായാലും ശരി, ആ നോമ്പിന്റെ ശ്രേഷ്ഠതയാണിത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, ഇമാം മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നോമ്പിന്റെ എത്രാമത്തെയാ? 6ാമത്തെ പ്രത്യേകത, നോമ്പുകാരന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രത്യേകം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്, ഡോറുണ്ട്. ആ ഡോറിലൂടെ നോമ്പുകാരൻ മാത്രമേ പ്രവേശിക്കൂ, വേറെ ആരും പ്രവേശിക്കൂല. നോമ്പുകാരെല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഡോർ അടയും, പിന്നെ അതിലൂടെ വേറെ ആർക്കും പ്രവേശിക്കാൻ കഴിയുകയില്ല. നോമ്പുകാർക്ക് മാത്രമുള്ള ഒരു ഡോർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ, സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്, അതിന്റെ പേര് അർ-റയ്യാൻ എന്നാണ്. അർ-റയ്യാൻ യദ്ഖുലു മിൻഹു സായിമൂന യൗമൽ ഖിയാമ, അതിലൂടെ നോമ്പുകാരാണ് പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാത്ത ആരും അതിൽ പ്രവേശിക്കൂല, നോമ്പുകാർ മാത്രം. യുഖാൽ, ഒരു മലക്ക് വിളിച്ചു പറയും, ഐന സായിമൂൻ, നോമ്പുകാരൊക്കെ എവിടെ എന്ന് അല്ലാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുമ്പോൾ ഫയഖൂമൂൻ, നോമ്പുകാരെല്ലാം എഴുന്നേറ്റ് നിൽക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത വേറെ ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല. ഫൈദാ ദഖലു ഉഗ്ലിക, അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഡോർ അടക്കപ്പെടും. ഫലം യദ്ഖുൽ മിൻഹു അഹദ്, വേറെ ആരും പ്രവേശിച്ചിട്ടല്ല. എത്ര വർഷം റസൂൽ പറയുന്നൊക്കെ, വേറെ ആരും കയറില്ല, നോമ്പുകാരന് മാത്രമുള്ള സ്വർഗത്തിന്റെ വാതിലാണ് ബാബുർ റയ്യാൻ. ഇത് നോമ്പിന്റെ പ്രത്യേകതയാണ്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് ഈ ഹദീസ്. 3ാമത്തെ നമ്മുടെ ചർച്ച, നോമ്പ് നോറ്റാൽ കിട്ടുന്ന ഫായിദകളാണ്. ഒരു നോമ്പുകാരന് കിട്ടുന്ന ചില ഫായിദകൾ. 1ാമത്തെ ഫായിദ, നോമ്പുകാരൻ നോമ്പിലൂടെ ക്ഷമിക്കാനും അള്ളാഹുവിനു വേണ്ടി അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ത്യജിക്കാനും ശീലിക്കുന്നു. ഇതൊരു ഫായിദയാണ് അല്ലേ? സബറാണ് നോമ്പ്. രാവിലെ ഫജ്ർ ഉദിച്ചത് മുതൽ പട്ടിണിയാണ്, മഗ്‌രിബ് വരെ പട്ടിണി എടുക്കാണ്. ഹറാം ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ വന്നവരെ തിരിച്ചു ഉപദ്രവിക്കാൻ പാടില്ല, ചീത്ത വിളിച്ചവനെ തിരിച്ച് ചീത്ത വിളിക്കാൻ പാടില്ല. കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സബറെടുത്ത് പോകേണ്ട ഒരാമലാണ് നോമ്പ്. അതേപോലെ തന്നെ വെള്ളം കുടിക്കണമെന്നുണ്ട്, വേണ്ട, അള്ള പറഞ്ഞിന് വേണ്ടാന്ന്. ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, വേണ്ട, അള്ള പറഞ്ഞിന് ഭക്ഷണം കഴിക്കണ്ട. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആഗ്രഹമുണ്ട്, വേണ്ട, അള്ള പറഞ്ഞിന് വേണ്ട. അങ്ങനെ ക്ഷമിക്കാനും ത്യജിക്കാനും ശീലിക്കുന്ന ഒരു വേദിയാണ് നോമ്പ്. നോമ്പിലൂടെ കിട്ടുന്നൊരു ഫായിദയാണത്. 2ാമത്തെ ഫായിദ, നോമ്പിലൂടെ മനസ്സ് ലോലമാകും, ആത്മീയത കൈവരിക്കും മനസ്സ്. കാരണം റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങളിലാണ് നിരതനാകുന്നത്. രാത്രി നിസ്കരിക്കുന്നു,
പകലിൽ നോമ്പനുഷ്ഠിക്കുന്നു, ഖുർആൻ ഓതുന്നു, നസീഹത്തുകൾ കേൾക്കുന്നു, സദഖകൾ ചെയ്യുന്നു, ഹറാമുകൾ വിട്ടുനിൽക്കുന്നു, മനസ്സിൽ കറകളൊന്നും ഉണ്ടാവില്ല. മനസ്സ് നൈർമല്യമുള്ളവനാകാനും അള്ളാഹുവായിട്ടൊരു ആത്മീയ ബന്ധം ഉണ്ടാക്കാനും നോമ്പിലൂടെ സാധിക്കുന്നു. നോമ്പിലൂടെ കിട്ടുന്ന ഒരു ഫായിദയാണ്. മൂന്നാമത്തെ ഫായിദ, നോമ്പിലൂടെ ഒരാൾക്ക് തഖ്വ നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്. തഖ്വയാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്ര. തഖ്വയുള്ളവരാവണം. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ തഖ്വ അനിവാര്യമാണ്. ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക മുത്തഖികളിൽ നിന്നുമാണ്. അതുകൊണ്ട് തഖ്വ നേടിയെടുക്കേണ്ടതുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്നൊക്കെയാണ് ഭാഷാർത്ഥം. ഭാഷാർത്ഥം പോലെ തന്നെയാണ് സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കാരണം പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. തഖ്വ എന്ത് എന്ന് ഇവിടെ അള്ളാഹ് പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, മഫ്ഊലുൻ ബിഹി ഉള്ള ഒരു കാര്യത്തിന്, ഒരു ഫേലിന് മഫ്ഊലുൻ ബിഹി പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ എന്തെല്ലാം മഫ്ഊലുൻ ബിഹി ആകുമോ അതൊക്കെ ഉദ്ദേശിക്കാം. അതായത് ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ പ്രവർത്തിച്ച ആളുണ്ടാവും. പ്രവർത്തിച്ച ആള് എന്തിനെ പ്രവർത്തിച്ചു അതാണ് മഫ്ഊലുൻ ബിഹി. എന്തിനെയാണോ പ്രവർത്തിച്ചത് അതിനാണ് മഫ്ഊലുൻ ബിഹി എന്ന് പറയാ. ലഅല്ലക്കും തത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യുന്ന ആളാരാണ്? നിങ്ങൾ. പ്രവൃത്തി എന്താണ്? സൂക്ഷിക്കുക. എന്തിനെന്ന് പറഞ്ഞിട്ടില്ല, അതാണ് മഫ്ഊലുൻ ബിഹി. നരകത്തെ, പാപകർമ്മങ്ങളെ, അള്ളാനെ സൂക്ഷിക്കണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ. പാപകർമ്മങ്ങളെ സൂക്ഷിക്കണം അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും. നരകത്തെ സൂക്ഷിക്കണം പാപകർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ പോകുന്നതിൽ നിന്നും. ലഅല്ലക്കും തത്തഖൂൻ. ഇത് മൂന്നിൽ നിന്നുമുള്ള തഖ്വയാണ് വേണ്ടത്. അപ്പൊ തഖ്വ നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വയെ ഒറ്റക്ക് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കലും അള്ളാഹുവിന്റെ നിരോധനങ്ങളെ വെടിയലുമാണ് തഖ്വ. ഈമാനിന് ശേഷം, തൗഹീദിന് ശേഷം ഒരു മുവഹീദിന് തഖ്വയുള്ളവനാകണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും നിരോധിച്ച കാര്യങ്ങൾ വെടിയലുമാണ് തഖ്വ. പിന്നെ നോമ്പിലൂടെ കിട്ടുന്ന നാലാമത്തെ ഫായിദ, അതൊരു മെഡിക്കൽ ഫായിദയാണ്. ഡോക്ടർമാർ പറയുന്ന ഫായിദയാണ്. നമ്മൾ രോഗികളാകുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ്. വ്യത്യസ്ത തരം ഫുഡുകളുണ്ട്. ചിലപ്പോ ഒക്കാത്ത ഫുഡുണ്ട്. എന്താണ് പറയാ, കോമ്പിനേഷൻ അല്ലേ, ഇതിലേക്ക് ഒക്കൂലെന്ന് പറയും. അങ്ങനത്തെ ഫുഡുകൾ നമുക്ക് കിട്ടുന്നതൊക്കെയല്ല, നമ്മളെ കടിക്കാത്തതിനൊക്കെ നമ്മൾ കടിക്കും. നമ്മളെ സ്വഭാവം. അപ്പൊ കിട്ടുന്ന ഫുഡെല്ലാം വാരി വലിച്ച് കഴിച്ച് നമ്മളെ ശരീരത്തിന് നമ്മളെ രോഗിയാക്കി മാറ്റും. നോമ്പിലൂടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഇവിടെ നടക്കുന്നു. ഭക്ഷണം കൺട്രോൾ ചെയ്യാണ്. ഭക്ഷണം കൺട്രോൾ ചെയ്താൽ തന്നെ ഒരുപാട് രോഗം മാറും. പല രോഗത്തിനും കാരണം ഭക്ഷണമാണ്. നോമ്പിലൂടെ അങ്ങനെ ഒരു തിബ്ബിയായ ഒരു ഫായിദയും കൂടെ കിട്ടുന്നു. നമ്മൾ ആരോഗ്യം ബലപ്പെടുന്നു എന്ന് അല്ലാഹു അഅലം. ഇതൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഈ നാലാമത്തെ നമ്മുടെ ചർച്ച, നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലാസ്റ്റ് ആദാബു സിയാം. നോമ്പുകാരൻ നോമ്പ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. നോമ്പ് എന്നുള്ളത് വലിയ അമലാണ്. എല്ലാ അമലുകൾക്ക് ഫർളുണ്ട്, ഷർത്തുണ്ട്. ആ അമലിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്. ആ അമലിനെ പൂർണ്ണമാക്കുന്ന അദബുകളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴാണ് അമലിന്റെ പൂർണ്ണമായ പ്രതിഫലം നേടാൻ നമുക്ക് സാധിക്കുക. അപ്പൊ നോമ്പിന്റെ പൂർണ്ണ പ്രതിഫലം നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അദബുകൾ, ആ അമലിനെ പൂർത്തിയാക്കുന്ന, ഭംഗിയാക്കുന്ന ചില അദബുകൾ. ഒന്നാമത്തേത്, റമളാൻ മാസത്തെ സന്തോഷത്തോടെ വരവേൽക്കണം. തെമ്മാടികൾക്ക് റമളാന്റെ വരവ് പ്രയാസാണ്, റമളാൻ കഴിയല് സന്തോഷാണ്. മുഅ്മിൻ എനിക്ക് നേരെ തിരിച്ചാവണം. റമളാനിലൂടെ റമളാനിൽ പല തെമ്മാടികളും തെമ്മാടിത്തരം റമളാൻ ഉപേക്ഷിക്കുന്ന ആൾക്കാർ കാണും വിചാരിച്ചിട്ടാണ്. ഞാൻ മാത്രം ചെയ്താൽ ശരിയാവില്ല, റമളാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഇനി എന്തും ചെയ്യാ എന്നിടത്താണ് പല തെമ്മാടികളും. മുഅ്മിനീങ്ങൾ അങ്ങനെ ആകരുത്. അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് റമളാൻ. ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ, പുതിയൊരു ജീവിതം നയിക്കാൻ, പുതിയ സൽക്കർമ്മങ്ങൾ തുടരാൻ, ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ നിർത്തിവെക്കാൻ ഒക്കെയുള്ള വലിയൊരു വേദി, വലിയൊരു അവസരമാണ് റമളാൻ. അപ്പോൾ സന്തോഷത്തോടു കൂടി അതിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. അതെ, കർമ്മപ്രിയർക്ക് ഏറെ ആനന്ദമാണ് റമളാന്റെ വരവ്. ഒരുപാട് അമൽ ചെയ്യണം,
ഖുർആൻ ഓതണം, സദക്ക കൊടുക്കണം, നിസ്കരിക്കണം, ഒരുപാട് അമലുകൾ, നോമ്പ് നോറ്റവനെ നോമ്പ് തുറപ്പിക്കണം പോലുള്ള ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള ആഗ്രഹമായിരിക്കും കർമ്മപ്രിയർക്ക് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുക. അത് നമുക്ക് വേണം. നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാസം കണ്ടാൽ എന്ത് പറയണം? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർള റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്ന് പറയണം. അത് നിലാവിനെ നോക്കിയിട്ടല്ല പറയേണ്ടത്. ചിലർ അങ്ങനെ നോക്കും, ഇങ്ങനെ സ്റ്റഡിയായി നിന്നിട്ട് നിലാവിനെ നോക്കിയിട്ട് പറയും അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. അല്ല, ഖിബ്ലയെ അഭിമുഖീകരിച്ചിട്ട് പറയാമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹിലാലിനെ നോക്കി പറയാൻ പാടില്ല, ശരിയല്ല. ഇങ്ങനെയാണ് നമ്മൾ മാസത്തെ വരവേൽക്കേണ്ടത് എന്ന് ഈ ഹദീസ് ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ശവാഹിദുകളിലൂടെ സ്വീകാര്യമാണ് എന്ന് പറയുകയും ചെയ്ത ഹദീസാണ്. നോമ്പുകാലം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ അമല്, റമളാനിൽപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് റമളാനിന് മുമ്പോ റമളാനിന് ശേഷമോ നോമ്പ് നോൽക്കരുത്. ചിലരുണ്ട് സൂക്ഷ്മത എന്നോണം നോമ്പിന് മുമ്പേ നോമ്പ് വെക്കും, റമളാനിന് മുമ്പേ നോമ്പ് വെക്കും. ലാ തഖദ്ദമു റമളാന ബിസൗമി യൗമിൻ വലാ യൗമൈൻ ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫല്യസും. നോമ്പാകുന്നതിന് മുമ്പ് ഷാബാന്റെ അവസാനത്തെ 28, 29 ചിലർ നോമ്പ് വെച്ച് തുടങ്ങും. ഇതറിയോ, അഥവാ റമളാൻ ആണെങ്കിലോ, ഈ മാസം കാണുന്നവർക്കുള്ള അബദ്ധാണെങ്കിലോ എന്ന് വെച്ചിട്ട് റമളാനിന് മുമ്പ് ഷാബാൻ 29 നോമ്പ് വെച്ച് തുടങ്ങും. അത് പാടില്ല, ഹറാമാണ്. അതുപോലെ തന്നെ ശവ്വാൽ 1 നോമ്പ് വെക്കുക, അതും പാടില്ല. കൃത്യമാവണം. റമളാൻ 1 നോമ്പ് നോൽക്കണം, റമളാൻ 29, 30. മാസങ്ങൾ അറബി മാസം 29, ചിലപ്പോൾ 30 അപ്പോൾ എന്ത് ചെയ്യണം? റമളാൻ 1 തുടങ്ങി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞില്ലേ, ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. നിങ്ങൾ ഹിലാലിനെ കണ്ടാൽ നോമ്പ് നോൽക്കണം, ഹിലാലിനെ കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കണം. ഇത് നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമു ഹത്താ തറൗൽ ഹിലാൽ. നിങ്ങൾ മാസം കാണുന്നത് വരെ നോമ്പ് നോൽക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗഹു. മാസം കാണുന്നത് വരെ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യരുത് എന്ന്. മാസം കാണലാണ് അടിസ്ഥാനം. മാസം കണ്ടിട്ടില്ല എങ്കിൽ ആ മാസത്തെ 30 പൂർത്തിയാക്കണം. ഷാബാൻ 29 അന്ന് മാസം നോക്കണം. ഷാബാൻ 1 അന്ന് തീരുമാനിക്കലല്ല, ഷാബാൻ 29 അന്ന് എല്ലാവരും പോയി നോക്കണം, ആകാശത്ത് ഹിലാൽ ഉണ്ടോ. ഹിലാൽ ഉണ്ട് എങ്കിൽ നാളെ 1, ഹിലാൽ ഇല്ല എങ്കിൽ നാളെ ഷാബാൻ 30, മറ്റന്നാൾ 1. അറബി മാസത്തിൽ 31 ഡേറ്റ് ഇല്ല, 30 ഉള്ളൂ. അത് എപ്പോഴാണ് 30 ആവുക? മാസത്തിന്റെ 29 അന്ന് രാത്രി ഹിലാലിനെ കണ്ടിട്ടില്ല എങ്കിൽ നാളെ 30, കണ്ടാൽ നാളെ 1. ഇങ്ങനെ ആവണം നോമ്പ് നോൽക്കേണ്ടത് എന്ന്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ അദബ്, ശ്രദ്ധിക്കേണ്ട കാര്യം, നോമ്പ് നോൽക്കുന്നവൻ അത്തായം കഴിച്ചുകൊണ്ട് നോമ്പ് നോൽക്കണം. അതും സുബ്ഹി ബാങ്കിനോട് അടുപ്പിച്ചുകൊണ്ടാവണം, പിന്തിപ്പിക്കണം. ചിലക്കാരുണ്ട് തറാവിസ്കാരത്തിന് ശേഷം അത്തായം കഴിച്ചിട്ട് ഉറങ്ങും, എന്നിട്ട് പിന്നെ ഈ കാവത്ത് കൊടുക്കുമ്പോൾ എണീക്കോളൂ സുബ്ഹിന്റെ. അങ്ങനെ എന്തായാലും കുറെ പേരുകളാണ്: നോമ്പ് മുറി, നോമ്പ് തുറ, മുത്തായം, അത്തായം. അതായത് പകലിൽ പട്ടിണി എടുക്കാൻ പറഞ്ഞ പടച്ചാനോടുള്ള പക വീട്ടിലാണ് രാത്രിയുടെ ഫുഡ് കഴിക്കലെന്നാണ് ചിലർ പറയല്. പകലിൽ പട്ടിണി എടുക്കാൻ പടച്ചവൻ പറഞ്ഞു, അതിനെ പക വീട്ടാണ് രാത്രിയിൽ. നോമ്പ് മുറി, നോമ്പ് തുറ, മുത്തായം. മുത്തായം എന്ന് പറഞ്ഞാൽ തറാവിക്ക് ശേഷമുള്ളത്, അത്തായം എന്ന് പറഞ്ഞാൽ ഫജ്റിന് മുമ്പുള്ളത്. 4 നേരം, 3 നേരം തിന്നുന്നത് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ 4 നേരം തിന്നിട്ട് പക വീട്ടി. തറാവിക്ക് ശേഷം നോമ്പ് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യും? ആൾക്കാർ കടന്നുറങ്ങും. എന്നിട്ട് ഈ കാലത്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് വേഗം പാഞ്ഞു പോയിട്ട് ചിലപ്പോൾ ഫജറിന്റെ 2 റക്അത്ത് സുന്നത്തുണ്ടാവില്ല. റകഅത്താൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദുനിയാവിനുള്ളതിനേക്കാളും ഖൈറാണ്. എപ്പോഴും റമളാനിൽ കൂടി ഇരട്ടി കിട്ടും. ആ ഫജറിന്റെ 2 റക്അത്ത് സുന്നത്ത് ഒഴിവാക്കും. രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് ആകാൻ പാടില്ല. അത്തായം കഴിക്കേണ്ടപ്പോഴാണ് ബാങ്കിനോട് അടുപ്പിച്ചാണ്. അത്തായം കഴിക്കൽ ബറക്കത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക. നിങ്ങൾ അത്തായം കഴിക്കണം, അത്തായ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട്. അത്തായത്തിലെ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബറകത്തു ഫീ സലാസ. ബർക്കത്ത് 3 കാര്യങ്ങളിലാണ്. ഫിൽ ജമാഅ, ജമാഅത്തിൽ ഒരുമിച്ച് കൂടൽ, ഭിന്നിക്കാൻ പാടില്ല. ഐക്യം, അൽ ജമാഅ,
വസ്സരീദ്, സരീദ് എന്ന ഭക്ഷണത്തിൽ. സരീദ് എന്ന ഭക്ഷണം അറബികൾക്കിടയിൽ ഏറെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് റസൂലൊക്കെ ഏറെ ഇഷ്ടമുള്ള ഭക്ഷണമാണ് സരീദ്. ഇറച്ചിന്റെ ചാറില്ലേ, ഗ്രേവി, അതിൽ റൊട്ടി മുറിച്ചിട്ടിട്ട് കുഴച്ചിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് അറബികൾ കഴിക്കുന്നത്. റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു തആലയുടെ ഫض് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ സരീദ് പോലെയാണ് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ആയിഷ എന്ന് പറഞ്ഞത്. സരീദ് നല്ല മുന്തിയ ഭക്ഷണമാണ്, നല്ല ടേസ്റ്റ് ഭക്ഷണമാണ് സരീദ്. അതിൽ ബർക്കത്തുണ്ട്. ഇറച്ചിയുടെ കറിയിൽ റൊട്ടി മുറിച്ചിട്ടിട്ട്, പത്തിൽ പൊറോട്ട മുറിച്ചിട്ടിട്ട് കുഴച്ച് തിന്ന, എന്തൊക്കെ ചേർത്തുള്ള പോലെ. മൂന്നാമത്തെ സഹൂർ, അത്തായ ഭക്ഷണം. ഇത് മൂന്നിലും ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുബ്രാനി ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹിയാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വൽ മലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ. അല്ലാഹുവും മലക്കുകളും അത്തായം കഴിച്ചവർക്ക് വേണ്ടിയിട്ട് സലാത്ത് ചെല്ലുന്നുണ്ട്. അത്തായം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു മലക്കും സലാത്ത് ചെല്ലും. അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കളുടെ കൂട്ടത്തിൽ അവനെ പുകഴ്ത്തി പറയും. എന്റെ അടിമനെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറിച്ചിട്ട് പുകഴ്ത്തി പറയും അള്ളാഹ്. മലക്കളുടെ സലാത്ത് എന്താണ്? നമുക്ക് വേണ്ടിയിട്ടുള്ള ഇസ്തിഗ്ഫാർ ആണെന്ന അഭിപ്രായമുണ്ട്, റഹ്മത്തിനെ ചോദിക്കലാണെന്ന അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മളെ പുകഴ്ത്താൻ വേണ്ടി ആവശ്യപ്പെടലാണ്. അള്ളാഹു ഇതിന്റെ അടിമനെ നീ പുകഴ്ത്തണം എന്ന് പറയും. അള്ളാഹ് പുകഴ്ത്തെന്ന് പറഞ്ഞാൽ എന്റെ സ്ഥാനല്ലേ, നമ്മളെ കുറിച്ചിട്ട് ഒരു സ്ഥാനത്തുള്ള ഒരാൾ പുകഴ്ത്തി പറഞ്ഞതിന് നമുക്ക് വലിയ ദർജയാണ്. അള്ളാഹ് പുകഴ്ത്തി പറഞ്ഞാൽ ഇത് വലിയ ദർജയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തുസ് സഹർ. നമ്മുടെയും വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത നസാറാക്കളുടെയും ഇടയിലുള്ള ഫർക്ക്, വ്യത്യാസം എന്താണ്? അത്തായം കഴിക്കലാണ്. അത്തായം കഴിച്ചിട്ടേ നോമ്പ് നോക്കാൻ പാടുള്ളൂ. ജൂതന്മാരും നസാറാക്കളും അത്തായം കഴിക്കാണ്ട് നോമ്പ് നോക്കാറുള്ളത്. നമ്മൾ അത്തായം കഴിച്ചിട്ട് നോമ്പ് നോക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംർ. മുഅ്മിൻ കഴിക്കുന്ന അത്തായത്തിൽ ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ് എന്ന്, കാരക്ക. ഇതൊക്കെ ഇമാം ബുഖാരി തൊട്ട് മുമ്പ് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇപ്പൊ പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി സ്വീകാര്യമാണെന്ന് പറയുകയും ചെയ്ത ഹദീസാണ്. ഇനി ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല വിചാരിച്ചോ, വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്തായം കഴിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തസഹറു വലൗ ബിജർഅത്തിൻ മിമ്മ. ഒരു തുള്ളി വെള്ളം കൊണ്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അത്തായം കഴിക്കണം എന്ന് ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി സ്വീകാര്യമാണെന്ന് പറയുകയും ചെയ്ത ഹദീസാണ് ഹദീസ്. അത്തായം കഴിക്കേണ്ടപ്പോഴാണ് ഫജ്റിന് തൊട്ട് മുമ്പായിട്ടാണ് അത്തായം കഴിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അത്തായം കഴിച്ചിട്ടുള്ളത്. അതായത് അത്തായം കഴിക്കൽ പിന്തിപ്പിക്കണം, ഫജ്റിനോട് പിന്തിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ മഅശറൽ അംബിയ, നമ്മൾ അംബിയാക്കന്മാർ, ഉമിർന അൻ നുഅജ്ജില ഇഫ്താറന, നോമ്പ് തുറക്കുന്നതിനെ മുറിക്കുന്നതിനെ ധൃതിയാക്കാനും, വനുഅഖിറ സഹൂറന, അത്തായം കഴിക്കുന്നതിനെ പിന്തിപ്പിക്കാനും, വനള ഐമാനന അലാ ശമായിലിന ഫിസ്സലാ, നമ്മുടെ വലത് കൈയെ ഇടത് കൈയുടെ മേലെ വെക്കാനും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. 3 കാര്യങ്ങൾ. അത്തായം പിന്തിപ്പിക്കണം, നോമ്പ് മുറിക്കൽ ധൃതിയാക്കണം, നിസ്കാരത്തിൽ വലത് കൈയെ ഇടത് കൈയുടെ മേലെ വെക്കണം. ഇത് ഇത്തിഫാക്കാണ്. ഇത് ഇനി എവിടെ വെക്കണം എന്നുള്ളിടത്താണ് ഇഖ്തിലാഫുള്ളത്. ബെഞ്ചിന്റെ മേലെയാണോ പൊക്കളിന്റെ താഴെയാണോ? പക്ഷെ കൈയിട്ടുമ്പോൾ വലത് കൈ ഇടത് കൈ വെക്കണം എന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായമില്ല. അത് എവിടെ വെക്കണം എന്നുള്ളിടത്താണ് അഭിപ്രായമുള്ളത്. ഏറ്റവും ശരിയായ അഭിപ്രായം നെഞ്ചിന്റെ അരികിൽ വെക്കണം എന്നതാണ്. അല്ലാഹു അഅലം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്തായത്തെ സംബന്ധിച്ച് പറയാണ്, തസഹർനാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്തായം കഴിച്ചു. സുമ്മ ഖാമ ഇലസ്സലാ, പിന്നീട് റസൂൽ നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കം കാന ബൈനൽ അദാൻ വ ബൈന വസ്സഹൂർ, ബാങ്കിന്റെയും അത്തായത്തിന്റെയും ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? ഇവിടെ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്ക് അല്ല, ഇക്കാമത്താണ്. കാരണം ഇക്കാമത്തിനെയും ബാങ്ക് എന്ന് പറയാറുണ്ട്. റസൂൽ ബൈന കുല്ലി അദാനൈനി അസ്സല, 2 അദാനുകൾക്കിടയിൽ നിസ്കാരമുണ്ട്. ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിൽ നിസ്കാരമുണ്ട്. ഇവിടെ അദാൻ കൊണ്ട് ഉദ്ദേശം ഇക്കാമത്താണ്. നിങ്ങൾ അത്തായം കഴിച്ചതിന്റെയും നിങ്ങളുടെ സുഹൂറിന്റെയും അദാനിന്റെയും ഇടയിലുള്ള സമയം എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, ഖദ്റ 50 ആയ, 50 ആയത്തോതുന്ന അത്ര സമയം. 50 ആയത്ത്, അതായത്
10 മിനിറ്റ് അല്ലെ? നമ്മളെ സൂറത്തുൽ കഹ്ഫ് എത്ര ആയത്താ? 110. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതലില്ലേ? എത്ര മിനിറ്റ് എടുക്കും? 20 മിനിറ്റ്. അപ്പം 50 എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ്, 10 മിനിറ്റോളം. അതുപോലെ തന്നെ അംർ ഇബ്നു മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅൻ നാസി ഇഫ്താറൻ വഅബ്തഅഹും സഹൂറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ നോമ്പ് മുറിക്കാൻ ഏറെ ധൃതി കാണിക്കുന്നവരും നോമ്പ് അത്തായം കഴിക്കാൻ ഏറെ പിന്തിപ്പിക്കുന്നവരുമാണ് എന്നാണ്. വളരെ ലേറ്റ് ആയിട്ടാണ് അത്തായം കഴിക്കുക, ഫജ്റിനോട് അടുത്ത സമയത്താണ് അത്തായം കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അദബാണ്. 4ാമത്തെ അദബ്, നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കണം. നമ്മൾ അത്തായം കഴിക്കാൻ പിന്തിപ്പിക്കണം എന്നതിന് നേരെ ഓപ്പോസിറ്റ്, നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ർ. നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ ഖൈറിലാണ് എന്ന് നാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ഉമ്മത്തി അലാ സുന്നതി മാലം തൻതലിർ ബിഫിത്രിഹൻ നുജൂം. എന്റെ ഉമ്മത്ത് എന്റെ സുന്നത്തിൽ തന്നെ ആയിക്കൊണ്ടേയിരിക്കും അവർ നോമ്പ് മുറിക്കാൻ നക്ഷത്രങ്ങളെ കാത്തിരിക്കാത്തിടത്തോളം കാലം. ചിലക്കാർക്കുള്ള ശീലങ്ങളാണ്, പ്രത്യേകിച്ച് ജൂതന്മാർക്കൊക്കെയുള്ള ശീലാണ്, ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചാലേ നോമ്പ് മുറിക്കൂ. സൂര്യൻ അസ്തമിച്ച ഉടനെ നോമ്പ് മുറിക്കില്ല, നക്ഷത്രങ്ങൾ വരാൻ കാത്തിരിക്കും. ചില വിധേയികൾക്ക് സൂഫികൾക്ക് ആ സ്വഭാവമുണ്ട്. അവിടെ നക്ഷത്രങ്ങൾ വരുന്നത് വരെ, ആകാശത്തിന് നക്ഷത്രങ്ങൾ വരുന്നത് വരെ നോമ്പ് മുറിക്കാതെ കാത്തിരിക്കാത്തിടത്തോളം കാലം എന്റെ ഉമ്മത്ത് എന്റെ സുന്നത്തിലാണ് എന്ന്. അതായത് റസൂൽ സുന്നത്ത് എന്താണ്? പെട്ടെന്ന് നോമ്പ് മുറിക്കലാണ് എന്ന്. അതേപോലെ തന്നെ റസൂലുള്ളാഹി ഇമാം ഇബ്നു ഖുസൈമ ഉദ്ധരിച്ച ഹദീസാണ്, ഷെയ്ഖ് അൽബാനി സഹിയാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ദീനു ലാഹിറൻ മാ അജ്ജല നാസുൽ ഫിത്ർ ലിഅന്നൽ യഹൂദ വൻ നസാറ യുഅഖിറൂൻ. ദീന് എപ്പോഴും പ്രകടമായി നിലനിൽക്കും നമ്മൾ നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം. ജൂതന്മാരും നസാറാക്കളും നോമ്പ് മുറിക്കാൻ പിന്തിപ്പിക്കുന്നവരാണ് എന്ന് ഇമാം അഹ്മദും അബൂദാവൂദൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? സൂര്യൻ അസ്തമിച്ച ഉടനെ നോമ്പ് മുറിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യാത്ര പോവാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അപ്പം രാത്രിയായി. റസൂലുള്ളാഹി പറഞ്ഞു, ബിലാലെ ഇറങ്ങ്, നമുക്ക് വെള്ളം കലക്കിത്താ. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ താങ്കൾക്ക് പകല് ബാക്കിയുണ്ട്, രാത്രി ആയിട്ടില്ല, ഇറങ്ങ് വെള്ളം കലക്കിത്താ. ബിലാൽ വീണ്ടും പറഞ്ഞു, പ്രവാചകരെ അങ്ങക്ക് പകല് ബാക്കിയുണ്ട്, രാത്രി ആയിട്ടില്ല, നിന്നോടല്ലേ പറഞ്ഞു ഇറങ്ങി വെള്ളം കലക്കാൻ. ചൂടെ. അപ്പൊ ഇറങ്ങി വെള്ളം കലക്കും. നോമ്പ് മുറിച്ചു. റസൂൽ പറഞ്ഞു, ഇദാ അഖ്ബല ലൈലു മിൻ ഹാഹുനാ വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുനാ വഗറബത്തി ശംസു ഫഖദ് അഫ്തറ അസ്-സായിം. രാത്രി ഇതിലെ വരികയും പകൽ ഇതിലെ പോവുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ നോമ്പുകാരൻ നോമ്പ് മുറിച്ചു. അതായത് നോമ്പ് മുറിക്കേണ്ട സമയമായി കഴിഞ്ഞു, മുറിക്കണം. ഇതാണ് നോമ്പ് മുറിക്കാൻ കാണിക്കേണ്ട ധൃതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന 1-2 കാര്യങ്ങൾ പറയാം. നോമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-ാമത്തെ കാര്യം, ആദ്യം നോമ്പ് മുറിക്കുക, എന്നിട്ട് നിസ്കരിക്കുക. ചിലര് നിസ്കരിച്ച് വന്നിട്ട് നോമ്പ് മുറിക്കാൻ വിചാരിക്കും. മഗ്‌രിബ് ഇല്ല, ആദ്യം നോമ്പ് മുറിക്കുക വേണ്ടത്, എന്നിട്ടാണ് മഗ്‌രിബ് നിസ്കരിക്കേണ്ടത്. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുവരെ റസൂലുള്ളാഹി അത്തായം നോമ്പ് മുറിക്കാതെ മഗ്‌രിബ് നിസ്കരിച്ചിട്ടേ ഇല്ല. അതൊരു തുള്ളി വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, നോമ്പ് മുറിക്കാതെ റസൂലുള്ളാഹി മഗ്‌രിബ് നിസ്കരിച്ചിട്ടേ ഇല്ല എന്ന് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ, നോമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കുക. ഈത്തപ്പഴം ഇല്ല എങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് മുറിക്കുക. കാരക്ക ഇല്ല എങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടെങ്കിലും നോമ്പ് മുറിക്കുക. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാത്തിൻ ഖബ്ല അൻ യുസല്ലിയ. നിസ്കരിക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴം കൊണ്ട് റസൂൽ നോമ്പ് മുറിക്കുമായിരുന്നു. ഫഇല്ലം തകുൻ റുതബാത്തുൻ ഫഅലാ തമറാത്തിൻ. ഈത്തപ്പഴം ഇല്ല എങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് മുറിക്കുമായിരുന്നു. ഫഇല്ലം തകുൻ ഹസവാത്തിൻ മിമ്മാ. കാരക്ക കിട്ടിയില്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് റസൂലുള്ളാഹി നോമ്പ് മുറിക്കുമായിരുന്നു എന്ന് ഇമാം അഹ്മദും അബൂദാവൂദൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി സ്വീകാര്യമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, 3-ാമത്തെ കാര്യം, നോമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
നോമ്പ് മുറിച്ച ഉടനെ തന്നെ എന്ന് ദുആ ചെയ്യല് സുന്നത്താണ്. ഈ ദുആ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകാര്യമാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇമാം അബൂ ദാവൂദ് ധരിച്ച ഹദീസാണ്. വേറൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. ഫുഖാക്കളൊക്കെ ആ ദുആവും ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എല്ലാ ഉലമാക്കളും ആ ദുആ ദുർബല ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, റസൂലുള്ളാഹിയിൽ നിന്നും ശരിയായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും തന്നെ ഹദീസിനെ സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചെല്ലൽ സുന്നത്താണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഫുഖാക്കൾ നല്ല ദുആ ആണ്, വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ലക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, വഅലാ റിസ്ഖിക അഫ്തർതു, നിന്റെ റിസ്ക് കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തു എന്ന് പറയാം, നന്ദി എന്നോണം. നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ അദബ്, നോമ്പുകാരൻ വായ വൃത്തി, പല്ല് തേക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കരിക്കുമ്പോൾ വുളു ചെയ്യുമ്പോഴൊക്കെ പല്ല് തേക്കുക എന്നുള്ളത് അദബ് തന്നെയാണ്. ചില നോമ്പുകാരൻ ചെയ്ത് പല്ലേക്കൂല, കാരണം ഹുലൂഫു ഫമിസായി എന്ന് പറഞ്ഞില്ലേ, വായനാൻ, അതുകൊണ്ട് പല്ലേക്കാണ്ടിരിക്കും. പല്ല് തേക്കാണ്ടിരിക്കാൻ നബി കൽപ്പിച്ചിട്ടില്ല. കാരണം എല്ലാ നിസ്കാര വേളയിലും വുളുവിന്റെ വേളയിലും പല്ല് തേക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരൻ നിസ്കരിക്കും വുളു ചെയ്യില്ലേ, അപ്പോൾ പല്ല് തേക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ലൗല അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാകി ഇൻദ കുല്ലി സലാ എന്നുണ്ട്, ഇൻദ കുല്ലി വുദു എന്നുണ്ട്. എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ നിസ്കരിച്ച സന്ദർഭത്തിലും വുദു ചെയ്ത സന്ദർഭത്തിലും പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല്ല് തേക്കല് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പല്ല് തേക്കാം. പിന്നെ ലാസ്റ്റ് നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് അദബ്, ആറാമത്തെ അദബ്, നോമ്പുകാരൻ എപ്പോഴും സൽപ്രവർത്തനങ്ങളിൽ നിരതനാകാൻ ശ്രദ്ധിക്കണം. ഖുർആനോത്ത്, ദിക്ർ, സദക്കകൾ കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ഏറെ സദക്കകൾ കൊടുക്കുമായിരുന്നു. കാന അജ്വദൻ നാസി ബിൽ ഖൈർ ആണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യമാണ് റസൂലുള്ളാഹി. റമളാൻ ആയി കഴിഞ്ഞാൽ ആ ജൂദ് ഒന്നും കൂടെ അധികരിക്കും. കരിനീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംബന്ധിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമളാനിൽ ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കും. പ്രത്യേകിച്ച് അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ പ്രത്യേകം അതിനു വേണ്ടി ഒരുങ്ങുമായിരുന്നു. ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഇസറ വഅഹ്യ ലൈല വഅയ്ഖദ അഹ്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ അരമുണ്ട് കെട്ടിമുറുക്കും, രാത്രിയെ ഹയാത്താക്കും, കുടുംബക്കാരെയും ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചുണർത്തും. ഇബാദത്തിൽ നിരതനാകണം നോമ്പുകാരൻ. രാവും പകലും ഇബാദത്തുകൾ കൊണ്ട് അവൻ ധന്യമാക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഖുർആനോത്ത്, അതുപോലെ റമളാനിൽ ഉംറ നിർവഹിക്കൽ, മക്കയിൽ പോയിട്ട് ഉംറ നിർവഹിക്കൽ, അതൊക്കെ കൂലിയുള്ള കാര്യമാണ്. ഫൈദാ ജാഅ റമളാനു ഫഅതമിരി ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂൽ പറഞ്ഞാണ്, എന്ത് ചെയ്യാ, റമളാൻ ആയി കഴിഞ്ഞാൽ ഉംറക്ക് പോവുക. റമളാനിലെ ഉംറ ഹജ്ജിനോട് തുല്യമുണ്ട്, ഹജ്ജ് നിർവഹിക്കുന്നതിന് തുല്യമാണ് റമളാനിലെ ഉംറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തന്നെ മക്കയിലെയും മദീനയിലെയും പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ളത് ഒരുപാട് പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന പ്രവർത്തനമാണ്. റസൂലുള്ളാഹിന്റെ മദീന പള്ളിയിൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. മസ്ജിദുൽ ഹറാമിൽ 10,000 റക്അത്ത്, ഒരുപാട് കൂലികൾ എഴുതപ്പെട്ട 2 പള്ളികളാണ് മക്കയിലെയും മദീനയിലെയും പള്ളികൾ. അതേപോലെ തന്നെ നോമ്പുകാരൻ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, സംസാരങ്ങൾ, കച്ചറകളൊക്കെ ഉപേക്ഷിക്കണം. മല്ലം യദാ ഖൗല സൂർ വൽ അമല ബിഹി വൽ ജഹല ഫലൈസ ലില്ലാഹി ഹാജത്തു ഫി അൻ യദാ തഅമഹു വ ശറാബ. കള്ളവാക്ക്, കള്ളപ്രവർത്തനം, വിവരക്കേടുകൾ, ചീത്ത വിളിക്കല് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും ചീത്ത വിളിച്ചാലോ ഫൈൻ സാബഹു അഹദുൻ ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ മറത്തൈൻ. ആരെങ്കിലും ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കല്ലേ വേണ്ട, മറിച്ച് എന്ത് വേണം, ഞാൻ നോമ്പുകാരനാണെന്ന് 2 പ്രാവശ്യം പറയണം. വൃത്തികേട് ചെയ്യാൻ പാടില്ല. ഒച്ച വെച്ച് അട്ടഹസിച്ച് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ ഈ പ്രവർത്തനങ്ങളോട് നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ', അവൻക്ക് അവന്റെ നോമ്പിലൂടെ വെറും വിശപ്പടക്കൽ മാത്രമേ കിട്ടുന്നുള്ളൂ. എത്ര രാത്രി നിസ്കരിക്കുന്ന ആളാണ്, അവൻക്ക് അവന്റെ രാത്രി നിസ്കാരത്തിലൂടെ വെറും ഉറക്കമൊയ്യൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം. സൽക്കർമ്മങ്ങളിൽ മാത്രം നിരതരാകാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നോമ്പ് നോറ്റവനെ നോമ്പ് തുറപ്പിക്കാൻ
ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതും നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട അതബിൽപ്പെട്ടതാണ്. കാരണം ഒരു നോമ്പ് നോറ്റാളെ നോമ്പ് മുറിപ്പിച്ചാൽ, ഭക്ഷണം കൊടുത്താൽ നോമ്പ് നോറ്റ അവന്റെ അതേ കൂലി ഇവൻക്കും കിട്ടുന്നതാണ്. മൻഫത്തറ സായിമൻ കാനലഹു മിസ്ലാജിരി. നോമ്പ് നോറ്റ അതേ കൂലി കിട്ടും. പക്ഷെ നോമ്പ് നോറ്റവന്, ഈ നോമ്പ് തുറപ്പിച്ചവന്റെ കൂലി കുറയോ? നോമ്പ് തുറന്നവന്റെ കൂലി കുറയോ? അത് കുറയും ചെയ്യില്ല. തുറപ്പിച്ചവന് അതേ കൂലി കിട്ടും. അപ്പോൾ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അമലിൽ കൊണ്ടുവരാനും നിത്യമാക്കാനും എല്ലാം നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.